ഒരു മരുന്നിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു പ്രമുഖ ബ്രാൻഡായി മാറിയ മെഡിമിക്സ് സോപ്പിന്റെ കഥ അമ്പരപ്പിക്കുന്നതാണ്. കേരളത്തിന്റെ ആയുർവേദ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ പച്ച സോപ്പ് പല തലമുറകളുടെയും ചർമ്മ സംരക്ഷണത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. എന്നാൽ ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ കടുത്ത വെല്ലുവിളികളും നിയമ പോരാട്ടങ്ങളും ഒടുവിൽ ബ്രാൻഡിന്റെ പിളർപ്പും ഉൾപ്പെട്ട പരുക്കൻ യാഥാർത്ഥ്യങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട്. മെഡിമിക്സിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1960കളിൽ ചെന്നൈയിൽ റെയിൽവേ ഡോക്ടറായിരുന്ന ഡോക്ടർ VP സിദ്ധനിൽ നിന്നാണ്. തൃശൂരിലെ വലപ്പാടുള്ള ചോലയിൽ കുടുംബാംഗമായിരുന്ന സിദ്ധൻ പാരമ്പര്യമായി ആയുർവേദ ചികിത്സയിൽ അറിവുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. പേരമ്പൂർ റെയിൽവേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ തൊഴിൽപരമായ കാരണങ്ങളാൽ ചർമ്മരോഗങ്ങൾ ബാധിച്ച തൊഴിലാളികളെ അദ്ദേഹം കാണാറുണ്ടായിരുന്നു. ഈ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ അദ്ദേഹത്തിന്റെ പൂർവികർ ഉപയോഗിച്ചിരുന്ന വിപ്രതി ഓയിൽ എന്ന ആയുർവേദ എണ്ണ അദ്ദേഹം രോഗികൾക്ക് നൽകാൻ തുടങ്ങി. ഇത് മികച്ച ഫലം നൽകി. രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും എണ്ണയ്ക്ക് ആവശ്യക്കാർ കൂടുകയും ചെയ്തപ്പോൾ ഇത് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ ഡോക്ടർ സിദ്ധൻ തീരുമാനിച്ചു. അങ്ങനെ 18 ആയുർവേദ ഔഷധങ്ങളുടെ മിശ്രിതം ഉപയോഗിച്ച് അദ്ദേഹം ഒരു സോപ്പ് ഉണ്ടാക്കി. തുടക്കത്തിൽ സ്വന്തം വീടിന്റെ അടുക്കളയിൽ വെച്ചാണ് ഭാര്യയുടെ സഹായത്തോടെ അദ്ദേഹം ഈ സോപ്പ് നിർമ്മിച്ചത്. വീടിന്റെ പിന്നാമ്പുറത്തെ ചെറിയൊരു യൂണിറ്റിൽ കൈകൊണ്ട് സോപ്പുണ്ടാക്കി അത് ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം ചെന്നൈയിലെ ഫാർമസികളിൽ വിൽക്കാൻ തുടങ്ങി. ഈ പച്ച സോപ്പിന്റെ ഫലം വേഗത്തിൽ ആളുകളിലേക്ക് എത്തി. വായ്മൊഴിയിലൂടെ അതിന്റെ ഗുണങ്ങൾ പ്രചരിച്ചതോടെ മെഡിമിക്സ് ഒരു മരുന്ന് എന്നതിലുപരി ഒരു സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നമായി മാറി. 1969ൽ ഔദ്യോഗികമായി മെഡിമിക്സ് എന്ന പേരിൽ ഈ സോപ്പ് വിപണിയിലെത്തി. മെഡിമിക്സിന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. കൈകൊണ്ട് നിർമ്മിക്കുന്ന സോപ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആയുർവേദ സോപ്പായി മാറി. 1980കളിൽ ഡോക്ടർ സിദ്ധന്റെ മരുമകൻ AV അനൂപ് ബിസിനസ്സിൽ ചേർന്നതോടെയാണ് മെഡിമിക്സ് ഒരു ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പന്നമായി മാറാൻ തുടങ്ങിയത്. വിപണിയിൽ ഒരു ഉപഭോക്തൃ ഉൽപ്പന്നമായി സ്ഥാനമുറപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ അദ്ദേഹം തുടങ്ങി. മെഡിമിക്സിന്റെ പരസ്യങ്ങളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അതിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1990കളിൽ AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത പരസ്യ ജിങ്കിൾ ഏറെ ശ്രദ്ധ നേടി. ഇത് ബ്രാൻഡിനെ ദക്ഷിണേന്ത്യയിലെ വീടുകളിൽ സുപരിചിതമാക്കി. പരമ്പരാഗത അറിവിനെയും ആധുനിക മാർക്കറ്റിംഗ് തന്ത്രങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് മെഡിമിക്സ് വളർന്നു. മറ്റ് സോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിദത്ത ചേരുവകൾ, കൈകൊണ്ടുണ്ടാക്കുന്ന രീതി, ചർമ്മരോഗങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരം എന്നിവയെല്ലാം മെഡിമിക്സിനെ ഉപഭോക്താക്കൾക്കിടയിൽ പ്രിയങ്കരമാക്കി. എന്നാൽ ഈ വളർച്ചയുടെ പാത എളുപ്പമായിരുന്നില്ല. 1980കളിൽ ചെന്നൈയിലെ ഒരു യൂണിറ്റിൽ നടന്ന വലിയ തൊഴിലാളി സമരം കമ്പനിയെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് AV അനൂപ് ബിസിനസ് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തത്. യന്ത്രവൽക്കരണം ഒഴിവാക്കി കൈകൊണ്ട് സോപ്പ് നിർമ്മിക്കുന്നതിൽ അവർ ഉറച്ചു നിന്നു. ഇതിന് പിന്നിൽ സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടായിരുന്നു. യന്ത്രവൽക്കരണം വഴി 300ഓളം ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരുമായിരുന്നു. മാത്രവുമല്ല, കൈകൊണ്ടുണ്ടാക്കുന്ന സോപ്പുകൾക്ക് നികുതി ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. മെഡിമിക്സിന്റെ ഈ വിജയം വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ശ്രദ്ധ ആകർഷിച്ചു. 1990കളുടെ മധ്യത്തിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ മെഡിമിക്സിനെ ഏറ്റെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ആയുർവേദത്തിൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെന്ന് പറഞ്ഞ് AV അനൂപ് ആ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു. മെഡിമിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫ് ആൻഡ് റഫ് യാഥാർത്ഥ്യം കുടുംബത്തിലെ തർക്കങ്ങളും അതിനെ തുടർന്നുള്ള ബ്രാൻഡിന്റെ പിളർപ്പുമായിരുന്നു. ഡോക്ടർ VP സിദ്ധന്റെ മകൻ പ്രദീപ് ചോലയിലും മരുമകൻ AV അനൂപും തമ്മിലുള്ള തർക്കങ്ങളാണ് കമ്പനിയെ രണ്ടായി പിളർക്കാൻ കാരണമായത്. വിജയകരമായി വളർന്നുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡിന് ഇത് വലിയ തിരിച്ചടിയായി. 2007ൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുകയും മെഡിമിക്സ് ബ്രാൻഡ് 2 വ്യത്യസ്ത കമ്പനികളുടെ കീഴിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഡോക്ടർ സിദ്ധന്റെ മകൻ പ്രദീപ് ചോലയിലിന്റെ നേതൃത്വത്തിലുള്ള ചോലയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ദക്ഷിണേന്ത്യ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അന്താരാഷ്ട്ര വിപണികളിലും മെഡിമിക്സ് ബ്രാൻഡ് വിൽക്കാനുള്ള അവകാശം ലഭിച്ചു. ഡോക്ടർ സിദ്ധന്റെ മരുമകൻ AV അനൂപിന്റെ നേതൃത്വത്തിലുള്ള AVA ചോലയിൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ദക്ഷിണ ഇന്ത്യയിലെ വിപണിയുടെ ചുമതല ലഭിച്ചു. ഒരേ ബ്രാൻഡ് പേരിൽ 2 വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്ത വിപണികളിൽ മത്സരിക്കുന്ന അവസ്ഥ ഇത് സൃഷ്ടിച്ചു. ദക്ഷിണേന്ത്യയിൽ AVA ഗ്രൂപ്പിന്റെ മെഡിമിക്സ് സോപ്പും ഉത്തരേന്ത്യയിൽ ചോലയിൽ ഗ്രൂപ്പിന്റെ മെഡിമിക്സ് സോപ്പും വിറ്റഴിച്ചു. ഇത് ഉപഭോക്താക്കൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല, ബ്രാൻഡിന്റെ യൂണിഫൈഡ് ഇമേജ് നിലനിർത്തുന്നതിനും ഇത് വെല്ലുവിളിയായി. ചോലയിൽ ഗ്രൂപ്പ് ഹരിദ്വാറിൽ പുതിയ ഫാക്ടറി സ്ഥാപിച്ചപ്പോൾ തുടക്കത്തിൽ 300 ടണ്ണിലധികം സോപ്പ് നിർമ്മാണത്തിൽ പാഴായി പോയെന്ന് പ്രദീപ് ചോലയിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇത് പുതിയ വെല്ലുവിളികളുടെ തുടക്കമായിരുന്നു. അതേസമയം AVA ഗ്രൂപ്പ് ദക്ഷിണ ഇന്ത്യയിൽ അതിന്റെ ആധിപത്യം നിലനിർത്തി.
ഇരു കമ്പനികളും മെഡിമിക്സിന്റെ വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. കുടുംബ പിളർപ്പിന് ശേഷം ഇരു കമ്പനികളും ബ്രാൻഡ് വളർത്താൻ പുതിയ വഴികൾ തേടി. ചോലയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഫേസ് വാഷ്, ഷവർ ജെൽ, ഹാൻഡ് വാഷ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മെഡിമിക്സ് ബ്രാൻഡിൽ പുറത്തിറക്കി. കൂടാതെ കുട്ടിക്കുറ എന്ന ടാൽക്കം പൗഡർ ബ്രാൻഡും കൃഷ്ണ തുളസി എന്ന സോപ്പ് ബ്രാൻഡും അവർ ഏറ്റെടുത്തു. ആയുർവേദ വെൽനസ് സെന്ററുകളും അവർ ആരംഭിച്ചു. അതേസമയം AVA ഗ്രൂപ്പ് പരമ്പരാഗത മെഡിമിക്സ് സോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൈകൊണ്ട് നിർമ്മിക്കുന്ന രീതിക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു. കാലക്രമേണ ഗ്ലിസറിൻ സോപ്പുകളും മറ്റു ഉൽപ്പന്നങ്ങളും അവരും പുറത്തിറക്കി. എന്നാൽ ഈ കാലഘട്ടത്തിൽ ബ്രാൻഡിന് കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത്. പതഞ്ജലി, മൈസൂർ സാൻഡൽ, ചന്ദ്രിക തുടങ്ങിയ ആയുർവേദ സോപ്പുകളും ഡെറ്റോൾ, ലെക്സ്, ലൈഫ് ബോയ് പോലുള്ള പ്രമുഖ ബ്രാൻഡുകളും വിപണിയിൽ ശക്തമായ സാന്നിധ്യമുണ്ടാക്കി. പുതിയ ബ്രാൻഡുകൾ ആധുനിക മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ മെഡിമിക്സിന് അതിന്റെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടി വന്നു. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഇരു കമ്പനികളും വലിയ പരസ്യ പ്രചാരണങ്ങൾ നടത്തേണ്ടി വന്നു. ഓൺലൈൻ വിപണിയുടെ വളർച്ച ഇരു കമ്പനികൾക്കും പുതിയ അവസരങ്ങൾ നൽകി. മെഡിമിക്സ് ഉൽപ്പന്നങ്ങൾ ഇ-കൊമേഴ്സ് പോർട്ടലുകളിലും സ്വന്തം വെബ്സൈറ്റുകളിലും ലഭ്യമാക്കി. ഇത് കോവിഡ് കാലഘട്ടത്തിൽ വലിയ വിൽപ്പന വർധനവിന് കാരണമായി. നിലവിൽ മെഡിമിക്സിന്റെ മൊത്തം വിൽപ്പനയുടെ ഏകദേശം 25% ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. ഇന്ന് മെഡിമിക്സ് ഒരു ആയുർവേദ സോപ്പ് എന്നതിലുപരി ഒരു സമ്പൂർണ്ണ പേഴ്സണൽ കെയർ ബ്രാൻഡായി വളർന്നിരിക്കുന്നു. മുടി സംരക്ഷണം, ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, ബോഡി വാഷ് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ മെഡിമിക്സ് ബ്രാൻഡിൽ ലഭ്യമാണ്. ഉപഭോക്താക്കൾക്കിടയിൽ പ്രകൃതിദത്തവും ആയുർവേദപരവുമായ ഉൽപ്പന്നങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിക്കുന്നത് മെഡിമിക്സിന് അനുകൂലമായ സാഹചര്യമാണ്. എന്നിരുന്നാലും മത്സരം വർദ്ധിക്കുകയും പുതിയ ബ്രാൻഡുകൾ ഉയർന്ന സാങ്കേതിക വിദ്യകളുമായി രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുമ്പോൾ മെഡിമിക്സിന് അതിന്റെ പാരമ്പര്യവും ഗുണമേന്മയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു വലിയ വെല്ലുവിളിയാണ്. രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ബ്രാൻഡിന്റെ ഭാവി അവരുടെ തന്ത്രങ്ങളും കാഴ്ചപ്പാടുകളും അനുസരിച്ചായിരിക്കും. മെഡിമിക്സ് ഒരു കേവലം സോപ്പല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും അവരുടെ കഠിനാധ്വാനവും അതിലുപരിയായി അവർ നേരിട്ട പരുക്കൻ യാഥാർത്ഥ്യങ്ങളുടെയും പ്രതിഫലനമാണ്. ഡോക്ടർ സിദ്ധൻ അടുക്കളയിൽ നിന്ന് തുടങ്ങിയ ആ പച്ച സോപ്പിന്റെ യാത്ര ഒരു ബ്രാൻഡിന്റെ വളർച്ചയുടെയും അതിന്റെ പിന്നിലെ മനുഷ്യരുടെ കഥകളുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.